പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ശരിയായ അളവ്, അതിൽ നല്ല കൊളസ്ട്രോൾ, മോശം കൊളസ്ട്രോൾ എന്നിവയുടെ അനുപാതം ഒരു സന്തുലിതാവസ്ഥയിൽ ഭക്ഷണ രീതിയിലൂടെ എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണോ? വിഷമിക്കേണ്ട, ശരിയായ ഭക്ഷണ രീതിയിലൂടെ ഇത് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. കരൾ ഉത്പാദിപ്പിക്കുകയും ചില ഭക്ഷണങ്ങളിൽ കാണുകയും ചെയ്യുന്ന ഒരു ഫാറ്റി പദാർത്ഥമാണ് കൊളസ്ട്രോൾ. കോശസ്തരങ്ങൾ നിർമ്മിക്കാനും ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാനും ഭക്ഷണം ദഹിപ്പിക്കാനും സഹായിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് പ്രധാനമാണ്. എന്നിരുന്നാലും രക്തത്തിൽ വളരെയധികം കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് ധമനികളിൽ പ്ലേക്ക് കെട്ടിപ്പടുക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഈ അവസ്ഥയെ അതിറോസ്ക്ലീറോസിസ് എന്ന് വിളിക്കുന്നു. ഇത് ഹൃദയം, തലച്ചോർ, മറ്റ് അവയവങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള രക്തയോട്ടം നിയന്ത്രിക്കുകയും ഹൃദ്രോഗം, ഹൃദയാഘാതം, മറ്റ് കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൊളസ്ട്രോളിന്റെ രണ്ട് പ്രധാന തരങ്ങളുണ്ട്. മോശം കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്ന ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ (LDL) കൊളസ്ട്രോൾ, ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ (HDL) കൊളസ്ട്രോൾ, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ. ഉയർന്ന അളവിലുള്ള LDL കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. അതേസമയം ഉയർന്ന അളവിലുള്ള HDL കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും പൂരിതവും ട്രാൻസ് ഫാറ്റും കുറഞ്ഞ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, പതിവായി വ്യായാമം ചെയ്യുക, പുകവലി ഒഴിവാക്കുക എന്നിവ പ്രധാനമാണ്. ചില സന്ദർഭങ്ങളിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിന് മരുന്നുകൾ നിർദ്ദേശിച്ചേക്കാം. കൊളസ്ട്രോളിന്റെ അളവ് നിരീക്ഷിക്കുന്നതിനും മൊത്തത്തിലുള്ള കാർഡിയോവാസ്കുലാർ ആരോഗ്യം വിലയിരുത്തുന്നതിനും ഒരു ആരോഗ്യ പരിരക്ഷാ ദാതാവുമായി പതിവായി പരിശോധനകൾ നടത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യതയുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിന്റെ ശുപാർശകൾ പാലിക്കേണ്ടത് പ്രധാനമാണ്. സാധാരണ പരിധി. രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിന്റെ സാധാരണ പരിധി സാധാരണയായി ഡെസിലിറ്ററിൻ 200 മില്ലിഗ്രാമിൽ (mg/dL) കുറവാണ്. എന്നിരുന്നാലും പ്രായം, ലിംഗഭേദം, മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ വിതരണം വ്യത്യാസപ്പെടാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ഇനിപ്പറയുന്ന ശ്രേണികൾ സാധാരണയായി കണക്കാക്കപ്പെടുന്നു. മൊത്തം കൊളസ്ട്രോൾ 200 മില്ലിഗ്രാം/ഡെസിലിറ്ററിൽ. LDL അല്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ 100 മില്ലിഗ്രാം/ഡെസിലിറ്ററിൽ HDL. അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ പുരുഷന്മാർക്ക് 40 മില്ലിഗ്രാം/ഡെസിലിറ്ററിൽ കൂടുതലും സ്ത്രീകൾക്ക് 50 മില്ലിഗ്രാം/ഡെസിലിറ്ററിൽ കൂടുതലും. ട്രൈഗ്ലിസറൈഡുകൾ 150 മില്ലിഗ്രാം/ഡെസിലിറ്ററിൽ കുറവ്. കൊളസ്ട്രോളിന്റെ അളവ് നിർണ്ണയിക്കാൻ ഒരു ആരോഗ്യപരിപാലന ദാതാവിനെ സമീപിക്കേണ്ടത് പ്രധാനമാണ്. കൊളസ്ട്രോളിന്റെ അളവ് ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിനായി നാം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. ഓട്സ്. ലയിക്കുന്ന നാരുകളാൽ സമ്പന്നമായ ഓട്സ് LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 2. അണ്ടിപ്പരിപ്പ്. ബദാം, വാൾനട്ട്, മറ്റ് അണ്ടിപ്പരിപ്പ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പ് കൂടുതലാണ്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 3. കൊഴുപ്പുള്ള മത്സ്യം. സാൽമൺ, അയല, മറ്റ് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ എന്നിവയിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 4. ഒലിവ് ഓയിൽ. മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ കൂടുതലുള്ള ഒലിവ് ഓയിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. 5. ബീൻസ്, പയർവർഗ്ഗങ്ങൾ. ബീൻസ്, പയർവർഗ്ഗങ്ങൾ, കടല എന്നിവയിൽ ലയിക്കുന്ന ഫൈബർ കൂടുതലാണ്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 6. അവോക്കാഡോ. അവോക്കാഡോയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ കൂടുതലാണ്. ഇത് LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 7. വെളുത്തുള്ളി. വെളുത്തുള്ളി കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 8. ഇലക്കറികൾ. ചീര, കാലെ, മറ്റ് ഇലക്കറികൾ എന്നിവയിൽ ലയിക്കുന്ന നാരുകൾ കൂടുതലാണ്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 9. ബെറികൾ. ബെറികളിൽ ആന്റിഓക്സിഡന്റുകൾ കൂടുതലാണ്. ഇത് വീക്കം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. 10. ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റിൽ ആന്റിഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇവ കൂടാതെ ആപ്പിൾ, ബെറി, അവകാഡോ, ഓറഞ്ച്, മാതളനാരങ്ങ തുടങ്ങിയ പഴങ്ങളും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്.